ഷുയൂഇയ്യ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങൾക്കാണ് ഷുയൂഇയ്യ എന്ന് പറയും. അള്ളാഹു ഇല്ല, നിരീശ്വരവാദത്തിന്റെ ആൾക്കാരാണ് ഈ കമ്മ്യൂണിസത്തിന്റെ ആൾക്കാരൊക്കെ. ഈ മാർക്സ് ലെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലെനിൻ മാർക്സ് എന്ന് പറയുന്ന രണ്ടാളുകളും യഹൂദികളാണ്. അവരുടെ ഇബാദത്തിലേക്കായിരുന്നു ആര് ക്ഷണിച്ചിരുന്നത്? അവരെ ആരാധിക്കുന്നതിലേക്കാണ് ഇവർ ക്ഷണിച്ചിരുന്നത്. ആര്? ഈ ഇസ്തിറാഖിയത്തെ ആളുകൾ. അവർ രണ്ടുപേരാണ് ഈ ഇസ്തിറാഖിയ ഉണ്ടാക്കിയ ആളുകൾ. കാൾ മാർക്സ് എന്നാണ് ഈ മാർക്സിന്റെ പേര്, കാൾ മാർക്സ്. അള്ളാഹു അയാളെ എടുത്ത് അൽഹംദുലില്ലാഹ് മുസ്ലിങ്ങൾക്ക് സമാധാനം തന്നിട്ടുള്ളത് 1883 മാർച്ച് 14 ചത്ത്. ഇനി ഇവരൊക്കെ വിദ്യ എന്താണ് നമുക്ക് അറിയണം. നമ്മൾ പറഞ്ഞു ഇസ്തിറാഖിയ എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഇൽഹാദിന്റെ കാര്യങ്ങളാണ്. ഇത് മതനിഷേധത്തിലേക്കും അള്ളാഹു ഇല്ല എന്നുള്ളതിലേക്കും ക്ഷണിക്കുന്ന ഒരു വിഭാഗങ്ങളാണ് ഈ ഷിയൂഇയ്യ, അതുപോലെ തന്നെ ഇസ്തിറാഖിയ, ഇങ്ങനത്തെ ടീമുകളൊക്കെ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇവരുടെ കാര്യം പറയുന്നത് എന്താണ് ഇവരുടെ വിധി? അദ്ദേഹം അൽ അഖീദ സഹീഹ വമാ യുബാദുഹ എന്ന് പറഞ്ഞിട്ടുള്ള കിതാബിൽ അദ്ദേഹം പറയാണ്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, വമിനൽ അഖായിദിൽ കുഫ്രിയ്യ അൽ മുദാദ ലിൽ അഖീദ സഹീഹ വൽ മുഖാലിഫ ലിമാ ജാഅത് ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഫ്രിയായിട്ടുള്ള വിശ്വാസങ്ങളിൽ പെട്ടതാണ്, ശരിയായിട്ടുള്ള അഖീദക്ക് എതിരായിട്ടുള്ളതിൽ പെട്ടതാണ്, റസൂലുമാർ കൊണ്ടുവന്നതിൽ നിന്നും എതിരായിട്ടുള്ള വിശ്വാസങ്ങളിൽ പെട്ടതാണ്. മാ യഅ്തഖിദുൽ മലാഹിദ ഫി ഹാദൽ അസ്രി അത്ബാഉ മാർക്സ് വലീനിൻ വഗൈരിഹിമാ. ഈ കാലത്ത്, ഈ സമകാലിക കാലത്ത് നിരീശ്വരവാദികളായിട്ടുള്ള മാർക്സും ലെനീനും അതുപോലത്തെ ആളുകളെയും പിന്തുടരുന്ന ആളുകൾ വിശ്വസിച്ചു പോരുന്ന വിശ്വാസം, അതെന്താണ്? കുഫ്രി ആയിട്ടുള്ള വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് പറയാണ്. മിൻ ദുആത്തിൽ ഇൽഹാദി വൽ കുഫർ. അവര് എന്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്? നിരീശ്വരവാദത്തിലേക്കും കുഫറിലേക്കും ക്ഷണിക്കുന്ന ആളുകളാണ്. സവാഉൻ സുമ്മു ദാലിക ഇസ്തിറാഖിയ്യ ഔ ഷുയൂഇയ്യ ഔ ബഅസിയ്യ. അവർ അതിനെ ഇസ്തിറാഖിയ്യ, സോഷ്യലിസം എന്ന് വിളിച്ചുകൊള്ളട്ടെ, ഷുയൂഇയ്യ കമ്മ്യൂണിസം എന്ന് വിളിച്ചുകൊള്ളട്ടെ, ഔ ബഅസിയ്യ, ബഅസിയ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഔ ഗൈറ ദാലിക മിനൽ അസ്മാ, ഇതല്ലാത്ത വേറെ പേരുകൾ എടുത്ത് വിളിച്ചുകൊള്ളട്ടെ. ഫഇന്ന മിൻ ഉസൂലി ഹൗലാഇൽ മലാഹിദ അന്നഹു ലാ ഇലാഹ വൽ ഹയാതു മാദ്ദ. ഇവരുടെ ഈ നിരീശ്വരവാദികളുടെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് എന്ത്? ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, വൽ ഹയാതു മാദ്ദ, ഹയാത്ത് എന്താണ്? ജീവിതം, അത് മാദ്ദാണ്, അതെല്ലാവരും ഒരുപോലെയാണെന്നാണ് അവരുടെ വിശ്വാസം. വമിൻ ഉസൂലിഹിം ഇൻകാറുൽ മആദ്. ഇനി അവരുടെ കുഫ്രി ആയിട്ടുള്ള വിശ്വാസങ്ങൾ വീണ്ടും പറയണം. അവരുടെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് എന്ത്? അവര് അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകളാണ്, മനുഷ്യരെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്ന് നിഷേധിക്കുന്ന ആളുകളാണ്. വ ഇൻകാർ അൽ ജന്ന വന്നാർ, സ്വർഗം നരകം നിഷേധിക്കുന്ന ആളുകളാണ്. വൽ കുഫ്റു ബിൽ അദിയാനി കുല്ലിഹ, എല്ലാ മതങ്ങളും കുഫ്ർ ചെയ്യാന്നുള്ളത് എന്താണ്? അവരുടെ വിശ്വാസത്തിൽ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. വമൻ നദറ ഫീ കുതുബിഹിം വദറസ മാ ഹും അലൈഹി അലിമ ദാലിക യഖീന. അവരുടെ കിതാബിൽ നോക്കിയവർക്കും അവരെന്തവസ്ഥയിലാണെന്നുള്ളത് പഠിച്ചവർക്കും അവരെന്തിലാണ് എന്നുള്ളത് അത് വളരെ യഖീനായിട്ട് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. വലാ റൈബ അന്ന ഹാദിഹിൽ അഖീദ മുദാദ ലി ജമീഇൽ അദിയാൻ. ഈ ഒരു സംശയമില്ല, എന്താണ്? എല്ലാ ദീനിനും എതിരായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഈ വിശ്വാസം. ഈ ഒരു വിശ്വാസം എന്തിലേക്ക് എത്തിക്കും? അവർക്ക് ഏറ്റവും മോശമായിട്ടുള്ള പര്യാവസാനത്തിലേക്ക്, ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും മോശമായിട്ടുള്ള പര്യാവസാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു വിശ്വാസം കൂടിയാണിത്. അപ്പോ ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾക്കാരെ വിധി എന്താണ്? അവര് കുഫറിലാണ്.